ഇപ്പോൾ സ്ഥലം കൗൺസിലർ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഇപ്പോൾ അവിടെയുണ്ടോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നു എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് അങ്ങോട്ടേക്ക് എത്തിയോ? എങ്ങനെയാണ് ശ്രമം തുടരുന്നത്? ഇതുവരെ പുകഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് പുറത്തേക്ക് തീ പടർന്നത്. ബാക്കിൽ നല്ലോണം തീ ആളി പടരുന്നുണ്ട്. ഫയർ സർവീസിന്റെ യൂണിറ്റ് ഇവിടെ ഉണ്ട്. ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണ്. എല്ലാവരും പുറത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഗതാഗതമൊക്കെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം തീ ആളി പടരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ബാക്കിൽ കൂടെ ബാക്ക് ഭാഗത്ത് അടുത്ത ഭാഗത്താണ്, ആനിഹാൾ റോഡിന്റെ ഭാഗത്താണ് തീ ആളി പടരുന്നത്. ഇപ്പോൾ അവിടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് തന്നെ മതിയാകുമോ ഈ തീ അണയ്ക്കാൻ? അതോ കൂടുതൽ യൂണിറ്റ് ഒക്കെ സ്ഥലത്ത് എത്തിക്കേണ്ട അവസ്ഥ? കൂടുതൽ യൂണിറ്റിനെ വിളിച്ചിട്ടുണ്ട്. പോലീസുകാർ ബന്ധപ്പെട്ടപ്പോൾ അവർ യൂണിറ്റ് വിളിച്ചിട്ടുണ്ട്. പലരും പല യൂണിറ്റും എത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർക്കാർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ, ഒന്നും ഇല്ല. എല്ലാ ജീവനക്കാരും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ എത്ര നേരമായി തീപിടുത്തം ഉണ്ടായിട്ട്? ഇപ്പൊ ഒരു മണിക്കൂർ കൂടുതലായി. ഇപ്പോഴാണ് പുറത്തുനിന്ന് കത്താൻ തുടങ്ങിയത്. നല്ലോണം പുറത്തേക്ക് കത്തുന്നുണ്ട്. ഇപ്പോൾ വിഷനിൽ കാണാം, നമ്മൾ സംസാരിക്കുന്നുണ്ട്, കാണാനില്ല. നല്ലോണം കത്തുന്നുണ്ട്. ഇപ്പോൾ ആളി പടരുന്നുണ്ട്. മുഴുവൻ നിലകളിലേക്കും തീ പടർന്നു പിടിച്ചോ? അതാ ഇപ്പോ മുകളിലെ നിലകളിൽ നിന്ന് കത്തുന്നത്. ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ്. സൗണ്ടും ഉണ്ട്, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഉണ്ട്. അവിടെ പമ്പ് ഉൾപ്പെടെ ഉണ്ട് സമീപത്ത്. നമുക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇല്ലേ ഇപ്പൊ? അതന്നെ, നല്ല തീ പടരുന്ന് പിടിക്കുകയാണ് ഇപ്പോ.